ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരൊറ്റ വെർബ് എടുത്തിട്ട് അതിൻ്റെ ഒരുപാട് ഫോംസ്, അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് സെൻറ്റൻസുകളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന വെർബ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക എന്നുള്ളതാണ്. ഒരുപാട് വെർബുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അതിൽ ഏറ്റവും സിമ്പിളായിട്ടും ഡെയിലി ലൈഫിൽ ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള വെർബാണ് കം, ഗോ, അതുപോലെ ഡ്രിങ്ക്, റൈറ്റിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഏറ്റവും ഈസി ആയിട്ടുള്ള വെർബാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം അതൊരുപാട് പേരൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ വേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോക്ക് താഴെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കണ്ടവർക്ക് അത് യൂസ്ഫുൾ ആയിട്ടും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പതിവായിട്ട് നമ്മൾ വരുന്ന ഒരു സിറ്റുവേഷൻ, അതായത് പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ സബ്ജക്റ്റും വെർബും വെർബിന്റെ V1 ഫോമും മാത്രമായിട്ട് യൂസ് ചെയ്യാറുള്ളത് അല്ലെ. അപ്പം ഐ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരാറുണ്ട്, പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവം. അവിടെ നമ്മൾ ഐ കം അല്ലെങ്കിൽ ഐ യൂഷ്വലി കം എന്ന് നമുക്ക് പറയാം. ഇനി അത് സബ്ജക്റ്റ് മാറി വരികയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറയും? ഫോർ എക്സാമ്പിൾ ഇപ്പം അവൾ വരാറുണ്ട്, അവൾ പതിവായി വരാറുണ്ട് എന്ന് പറയണം. അവൾ പതിവായി ഇവിടെ വരാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഷീ കംസ് ഹിയർ അല്ലേ. ഷീ കംസ് ഹിയർ അല്ലെങ്കിൽ പതിവായി എന്നുള്ളത് കൊണ്ട് തന്നെ ഷീ യൂഷ്വലി കംസ് ഹിയർ. ഓക്കെ, ഇനി നമ്മളെപ്പോഴും പറയാറുണ്ട് ഞാൻ വന്നു എന്ന് പറയാറുണ്ട്. അപ്പം ഐക്യയും ഇവിടെ നമ്മൾ വെർബിന്റെ ഫോം മാറി ഐക്യയും. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വെർബ് മാറ്റിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഐക്യയും ഞാൻ വന്നു, ഷീക്കയും അവൾ വന്നു, ഹേക്കയും അവൻ വന്നു. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയാം. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ വരികയാണ്, അല്ലെങ്കിൽ ഞാൻ വരുന്നു, അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിനുവേണ്ടി ഐ ആം കമ്മിങ്, ഞാൻ വരികയാണ് അല്ലെങ്കിൽ ഞാൻ വരുന്നു. ഇനി അത് ഷീ ആണെങ്കിൽ എന്തായിരിക്കും? ഷീ ഈസ് കമ്മിങ് എന്നാകും. ദേ ആണെങ്കിൽ ദേ ആർ കമ്മിങ് എന്നാകും. അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ അതിന്റെ ഫോംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇപ്പം സിമ്പിളായിട്ട് നമുക്ക് പറയണം അവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വരുന്നു, അല്ലെങ്കിൽ അവർ വരികയാണ്, ദേ ആർ കമ്മിങ്. ഇനി അവർ വരുന്ന വഴിയാണ് എന്ന് പറയുകയാണെങ്കിൽ ദേ ആർ കമ്മിങ് ഓൺ ദ വേ, ഞാൻ വരുന്ന വഴിയാണ്, ഐ എം കമ്മിങ് ഓൺ ദ വേ. ഓക്കെ, ഞാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മിന്റെ മൂന്നാമത്തെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കം തന്നെയാണ് കേട്ടോ. ഐ ഹാവ് കം, ഞാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കം എന്ന് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഐ ഹാവ് കം ഹിയർ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഐ ഹാവ് കം ഹിയർ. ഇനി അവളോ അവനോ എന്നുള്ള സിംഗിൾ സബ്ജക്റ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മീര വന്നിട്ടുണ്ട്, മീര ഹാസ് കം ഹിയർ, മീര ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മീര ഇവിടെ വന്നിട്ടുണ്ട്. മീര ഹാസ്, അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാസ് യൂസ് ചെയ്താലും വെർബ് കം തന്നെയാണ്. കം എന്ന് പറയുന്നത് B3 ആണ്. അപ്പൊ കമ്മിന്റെ ഫോംസ് ഒന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ വെർബ് മാത്രമായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ, എല്ലാ ഫോമും. അപ്പം കമ്മ്, കെയിം, കമ്മ്, കമ്മിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ വരും എന്നുള്ളത് ഒരു ഫ്യൂച്ചർ കാര്യമാണ് അല്ലെ, ഭാവി കാര്യമാണ്. സോ ഞങ്ങൾ വരും, വി വിൽ കം. ഏത് ഓക്സിലറിയുടെ കൂടെ ആണെങ്കിലും വെർബ് ബേസ് ഫോം ആയിരിക്കും. വി വിൽ കം, ഞങ്ങൾ വരും. ഓക്കെ, ഇനിയിപ്പോ അവൾ വരും എന്നാണെങ്കിലും ഷീ വിൽ കം, ഞാൻ വരും എന്നാണെങ്കിൽ ഐ വിൽ കം, ഇങ്ങനെയുള്ളൂ. ഓക്കെ, ആരെങ്കിലും വിളിക്കുകയാണ് ഇനി എനിക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ കഴിയുമോ എന്ന്, അപ്പൊ എനിക്ക് വരാൻ കഴിയും എന്ന് പറയുകയാണെങ്കിൽ കഴിയും, നമ്മുടെ കഴിവ് പറയാൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ ആണ്. ഐ ക്യാൻ കം അല്ലെ, ഐ ക്യാൻ കം, ഞാൻ വരും അല്ലെങ്കിൽ എനിക്ക് വരാൻ കഴിയും, ഇതിനാണ് ഇവിടെ. അപ്പം വില്ലും ക്യാനും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്ല് നമ്മൾ ചുമ്മാ പറയാണ്, അതായത് ഞാൻ വരും എന്നുള്ളതാണ്, എനിക്ക് വരാൻ കഴിയും എന്നല്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വരും എന്ന് പറയുമ്പോഴാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. ഒരാൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നതിന് ആൻസർ ആയിട്ട് എനിക്ക് വരാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ വരാം എന്നൊക്കെ പറയുമ്പോൾ ഐ ക്യാൻ
കം എന്ന് തന്നെ പറയണം കേട്ടോ. ഓക്കെ, ഇനി അവൾ വരില്ല എന്ന് നെഗറ്റീവിൽ പറയുകയാണെങ്കിലോ അവൾ വരില്ല. ഷീ വിൽ നോട്ട് കം. ഷീ വിൽ നോട്ട് കം. അപ്പൊ വിൽ നോട്ട് നിന്ന് ഷോർട്ട് ആക്കുമ്പോൾ ഷി വോണ്ട് കം, അവൾ വരില്ല. ഓക്കെ, നെക്സ്റ്റ് മീരക്ക് വരാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിലോ ഇവിടെ സിംഗുലർ പ്ലൂറൽ എന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലത്തെ ഓക്സിലറി, ഒരുപോലെ വെർബ്. ഓക്കെ, അപ്പൊ മീരക്ക് വരാൻ കഴിയില്ല, ഇത് നെഗറ്റീവ് ആണല്ലോ. മീര കാൺട്ട് കം. മീര കാൺട്ട് കം. മീരക്ക് വരാൻ കഴിയില്ല. കാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനോട്ട് എന്നാണ്, അതിനെ ഷോർട്ട് ആക്കിയിട്ടാണ് കാണ്ട് എന്ന് പറയുന്നത്. അപ്പൊ മീര കാൺട്ട് കം, മീരക്ക് വരാൻ കഴിയില്ല. ഓക്കെ, ഇനി ഒരു പാസ്റ്റിൽ പറയണം, ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല അല്ലെ, എന്തോ ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ പറയുകയാണെങ്കിലോ കഴിഞ്ഞില്ല, ഞങ്ങൾ, സബ്ജക്റ്റ് ഞങ്ങളാണ്, വി കുഡിന്റ് അല്ലെ, വി കുഡിന്റ് കം. ഇവിടൊക്കെ കം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ വി കുഡ് നോട്ട് കം എന്നാണ്, അതിനെ ഷോർട്ട് ആക്കിയിട്ടാണ് വി കുഡിന്റ് കം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇനി അവൾ വരാറില്ല, അതായത് അവൾ പതിവായിട്ട് വരാറില്ല അങ്ങനെ പറയുകയാണെങ്കിലോ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയണം? ഷീ ഡസൻറ്റ് കം. ഷീ ഡസൻറ്റ് കം അല്ലെ, ഷീ കംസ് എന്നുള്ളതിന് നെഗറ്റീവ് ആക്കുന്ന സമയത്ത് ആ എസ് എന്തായി മാറും? ഡസ് ആയി മാറും. അതിന് നോട്ട് ആഡ് ചെയ്യുമ്പോൾ ഡസിൻറ്റ് ആയി മാറും. ഷീ ഡസൻറ്റ് കം, അവൾ വരാറില്ല, അവൾ സാധാരണ ഇവിടെ വരാറില്ല എന്ന് പറയുകയാണെങ്കിൽ ഷീ ഡസൻറ്റ് യൂഷ്വലി കം ഹിയർ. ഷീ ഡസൻറ്റ് യൂഷ്വലി കം ഹിയർ, അവൾ സാധാരണ ഇവിടെ വരാറില്ല. നീ വരാറില്ല എന്ന് പറയുകയാണെങ്കിലോ നീ വരാറില്ല, യു ഡോണ്ട് കം. അവിടെ യു ഡോണ്ട് കം, യു എന്ന് പറയുന്നത് നീ, നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പ്ലൂരലാണ്. ഞാൻ വന്നില്ല എന്ന് പറയുകയാണെങ്കിലോ ഇത് പാസ്റ്റ് ആണ് അല്ലെ, ഞാൻ വന്നില്ല, അവൾ വന്നില്ല, അവൻ വന്നില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടും സബ്ജക്റ്റ് ഏതാണോ അത് ആഡ് ചെയ്തതിന് ശേഷം ഡിഡ് നോട്ട് എന്ന് യൂസ് ചെയ്യുക. പിന്നെ വെർബ് V1 ഫോം തന്നെയാണ് കേട്ടോ. ഐ ഡിഡിന്റ് കം, അതായത് ഐ ഡിഡ് നോട്ട് കം, ഞാൻ വന്നില്ല. ഷീ ഡിഡ് നോട്ട് കം, അതായത് ഷീ ഡിഡിന്റ് കം, അവൾ വന്നില്ല. ദേ ഡിഡിന്റ് കം, അവർ വന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പറയാറുണ്ട് ഇവിടെ വരൂ എന്ന് പറയാറുണ്ട്. ഒരു കുട്ടിയോട് ഇപ്പൊ ഇവിടെ വരൂ, കം ഹിയർ, സിമ്പിൾ ആണല്ലോ, കം ഹിയർ, ഇവിടെ വരൂ. ഇനി ഇവിടെ വരണ്ട എന്ന് നമ്മൾ നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇവിടെ വരരുത് എന്ന് പറയുകയാണെങ്കിൽ, അരുതെന്ന് പറയാൻ ഡോണ്ട് ആണ്, ഡോണ്ട് കം ഹിയർ, ഡോണ്ട് കം ഹിയർ, ഇവിടെ വരരുത്. ഒരാളോട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് വേഗം വാ എന്ന് പറയാറുണ്ട് അല്ലെ, കം ഫാസ്റ്റ്, വേഗം വാ. ഓക്കെ, ഞാൻ ഇപ്പോൾ വരുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വരുന്നുണ്ട് അത് നമ്മൾ ഓൺ ദ സ്പോട്ട് പറയണം. ഐ എം കമ്മിങ് നൗ, ഐ എം കമ്മിങ് നൗ, ഞാൻ ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ 5 മിനിറ്റിനുള്ളിൽ വരാം, അല്ലെങ്കിൽ ഞാൻ 5 മിനിറ്റിൽ വരാം, അല്ലെങ്കിൽ ഞാൻ 5 മിനിറ്റിൽ അവിടെ എത്തും, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ 5 മിനിറ്റിൽ വരാം, വരാം എന്നാണ്, വരാനിരിക്കുന്ന കാര്യമാണ്. ഐ വിൽ കം ഇൻ 5 മിനിറ്റ്സ്, ഐ വിൽ കം ഇൻ 5 മിനിറ്റ്സ്, ഞാൻ 5 മിനിറ്റിൽ വരാം. ഓക്കെ, നെക്സ്റ്റ് നീ എന്തുകൊണ്ട് വന്നില്ല? നീ എന്തുകൊണ്ട് വന്നില്ല നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, നീ എന്തുകൊണ്ട് വന്നില്ല? വൈ ഡിഡിന്റ് യു കം അല്ലെ, അവിടെയും ബേസ് ഫോം ആണ്. വൈ ഡിഡിന്റ് യു കം, നീ എന്തുകൊണ്ട് വന്നില്ല? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേറൊരു വെർബ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ശൈലിക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ഈ സ്ട്രക്ചർ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾ വേറൊരു വെർബ് യൂസ് ചെയ്ത് നിങ്ങൾക്കും ഇതുപോലെ പറഞ്ഞു നോക്കാം കേട്ടോ. അവൾ ഇന്ന് വന്നില്ല, അവൾ ഇന്ന് വന്നില്ല, അല്ലെങ്കിൽ അവൻ ഇന്ന് വന്നില്ല, ഞങ്ങൾ ഇന്ന് വന്നില്ല, എന്ത് പറയുകയാണെങ്കിലും എന്താണ്? അപ്പൊ അവൾ ഇന്ന് വന്നില്ല, ഷീ ഡിഡിന്റ് കം ടുഡേ, ഷീ ഡിഡിന്റ് കം ടുഡേ, അവൾ ഇന്നലെ വന്നില്ല, ഷീ ഡിഡിന്റ് കം യെസ്റ്റർഡേ അല്ലേ. ഇതൊക്കെ പറയാനായിട്ട് പറ്റും. ഇനി വന്ന് ഇവിടെ ഇരിക്കൂ, അല്ലെങ്കിൽ വരൂ ഇവിടെ ഇരിക്കൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. 2 സെന്റൻസ് ആണ്, വരൂ ഇവിടെ ഇരിക്കൂ, കം ആൻഡ് സിറ്റ് ഹിയർ, കം ആൻഡ് സിറ്റ് ഹിയർ. റോഡിനടുത്ത് വരരുത്, ഒരു നെഗറ്റീവ് ആണ്, അരുത് എന്നാണ് പറയുന്നത്, റോഡിനടുത്ത് വരരുത്. എങ്ങനെ പറയാ, കുട്ടികളോടൊക്കെ പറയാറുണ്ടല്ലോ, ഡോണ്ട് കം നിയർ ദ റോഡ്, ഡോണ്ട് കം നിയർ ദ റോഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് ആദ്യം വന്നത്? ആരാണ് ആദ്യം വന്നത്? ഹു കെയിം ഫസ്റ്റ്, ഹു കെയിം ഫസ്റ്റ്, പാസ്റ്റ് ആണല്ലോ, ഹു കെയിം ഫസ്റ്റ്, ആരാണ് ആദ്യം വന്നത്? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വെർബ് കൊണ്ട് പറയാവുന്ന ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് അല്ലെ, സിമ്പിൾ സെന്റൻസുകളാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കറിയാവുന്ന ഒരു വെർബ് എടുക്കുക, കുടിക്കുക, കഴിക്കുക, പോവുക, വരിക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എഴുതുക, വായിക്കുക, ഒരുപാട് വെർബുകളുണ്ട്. വെർബ് എന്താണെന്ന് അറിയാവോ? അപ്പൊ അതിൽ നിന്ന് ഒരു വെർബ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എഴുതുക എന്നാണെങ്കിൽ ഞാൻ എഴുതുകയാണ്, ഞാൻ എഴുതി, ഞാൻ ഇന്നലെ എഴുതിയിട്ടുണ്ട്. അവൾ എഴുതുകയാണ്, അവൾ എഴുതാറുണ്ട്,
അവൾ പതിവായി രാത്രി എഴുതാറുണ്ട്, സാധാരണ അവൾ എഴുതാറുണ്ട്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ കൊണ്ടുവന്നിട്ട് എന്ന് താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എഴുതുക മാത്രമല്ല, ഏത് വെർബാണ് നിങ്ങൾക്ക് കംഫർട്ട് ആ വെർബ് എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് ആയിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. കാണാത്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. മസ്റ്റ് ആയിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.